ഇന്നത്തെ റെസിപ്പി എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണി പലഹാരം കേട്ടോ. റവയും പഴവും കൊണ്ടൊരു അടിപൊളി 4 മണി പലഹാരം. വായിലിട്ടാൽ ഇനിയും ഇനിയും വേണമെന്ന് തോന്നും, അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് നല്ലൊരു വിശപ്പൊക്കെ കൂടിയായിരിക്കും അവർ വരിക അല്ലേ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരമായിട്ട് വന്നിരിക്കുന്നത്. പുതിയതായി കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ഒരു 2 പിടി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബദാമും ഒരു പിടി ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കരിയണ്ട, ചെറുതായി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതാ ചെറുതായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ കളർ ഇങ്ങനെ റോസ്റ്റായിട്ട് കളറൊന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുതേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഉണക്കമുന്തിരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഉണക്കമുന്തിരി നന്നായി ഒന്ന് വറന്ന് വരട്ടെ. അത് ഓരോന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉണക്കമുന്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒരു നേന്ത്രപ്പഴം മുറിച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. പിന്നെ ഇതിലേക്ക് തന്നെ ഒരു 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറ് ചെറുതായി ഒന്ന് മാറാൻ തുടങ്ങും കേട്ടോ. അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു മീഡിയം ലെവലിൽ വെച്ചാൽ മതിയാവും തീ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റവ ചെറുതായി ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. അങ്ങനെ റവ ഒരു ചെറുതായി ഒരു ഗോൾഡൻ കളർ വന്നപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത റവൻ്റെ അതേ അളവിന് 1.5 കപ്പ് റവ എടുത്തിക്കണം, അതേ അളവിൽ 1.5 കപ്പ് പാലാണ് എടുത്തിക്കണത്. ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നന്നായി യോജിച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, അവിടെ മാറ്റി വയ്ക്കാം. അപ്പോഴേക്ക് നമുക്ക് പഞ്ചസാര ഉരുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ അത്യാവശ്യം മധുരം കിട്ടും. ഇല്ല കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ഒരു 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കണം 3/4 കപ്പ് പഞ്ചസാരയാണ്. അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇതൊന്ന് നമുക്ക് പഞ്ചസാരയും നമ്മുടെ നെയ്യും കൂടി ഉരുകി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, അതായത് ഒരുപാട് അങ്ങോട്ട് കറുപ്പാക്കണ്ട, ഒരു ഗോൾഡൻ കളറും കഴിഞ്ഞ് കുറച്ചുകൂടി കളറാകുമ്പോൾ നമുക്ക് നിർത്തണ്ട. നമുക്ക് അവിടെ 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ റവ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, ഗോൾഡൻ കളറായി. ഇനി നമുക്ക് റവ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ റവ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുതിർന്നപ്പോൾ അതിൽ പാലെല്ലാം റവ വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് പാല് കൂടി, 1 കപ്പല്ല ഒരു 3/4 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ സ്റ്റൗവ് നല്ല തീ കുറച്ച് വെച്ചിട്ടാണ് ആക്കണത് കേട്ടോ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അവിടെ പഞ്ചസാര ഉരുകാൻ വെച്ചത് ഈ ഒരു കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിശ്രിതം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ രീതിയിൽ പഞ്ചസാര ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങളത് പേടിക്കണ്ട, അതൊക്കെ ഉരുകി സെറ്റായി വന്നോളൂ കേട്ടോ ലാസ്റ്റ് ആകുമ്പോഴേക്കും.
ഇനി നമുക്കിതിങ്ങനെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാലെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ആ പഞ്ചസാര ചെറുതായിട്ടൊന്നും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇളകിയിട്ട് തന്നെ അതിൻ്റെ ആ കളറും ആ പഞ്ചസാര ഉരുകി റെഡിയായി ഇതിലേക്ക് യോജിച്ചോളൂ കേട്ടോ. ഇനി നമുക്കൊരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മുടെ പാനിൽ നിന്ന് ഈ റവ വിട്ട് വരുന്ന രൂപത്തിലായിട്ടുണ്ട്. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, നന്നായി അങ്ങോട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ആക്കാം. ഇനി നമുക്ക് അവിടെ ആദ്യം തന്നെ എടുത്തു വെച്ച ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഇതിലിട്ട് കൊടുക്കുക. അതിന് മുന്നോടിയായിട്ട് കുറച്ച് നെയ്യ് പാത്രത്തിലേക്ക് ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്ത് ഞാനിങ്ങനത്തെ ഒരു 2 പാത്രത്തിലാക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കുള്ള അളവുണ്ട്. ഇത് ടിഫൻ ബോക്സാണ് കേട്ടോ. ചോറ്റുപാത്രം ഉണ്ടല്ലോ, അതിലാണ് ആക്കണത്. അപ്പോൾ 2 ചോറ്റുപാത്രത്തിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ചോറ്റുപാത്രമാണ്. അതിന് 2 എണ്ണം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഈ അളവിൽ ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമ്മുടെ നേന്ത്രപ്പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി വേറെ പാത്രത്തിലേക്കും ആക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ആ റവൻ്റെ മിശ്രിതം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് അമർത്തി റെഡിയാക്കി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് അമർത്തി തള്ളണ്ട, അത്യാവശ്യം ഒരു ചെറുതായ രീതിയിലൊന്ന് അമർത്തി കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. അങ്ങനെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കൊട്ടാം. കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ടേസ്റ്റും അതേപോലെ നല്ല രസമുണ്ട്. അടിപൊളിയാണ്. ഇതിൻ്റെ മണവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നേന്ത്രപ്പഴവും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല രസമുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. പാലൊക്കെ യോജിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക മണവും രുചിയും നെയ്യിൻ്റെയൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. പുതിയതായി കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. പഴയ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.